നമുക്ക് അത്രയും ദൂരത്തിൽ ലോകത്തിനെയും ഭാവിയെയും കാണാൻ സാധിക്കും. അപ്പൊ അതാണ് ചരിത്രം എന്നെ സംബന്ധിച്ചിടത്തോളം. ഞാൻ വന്നിട്ട് ഇവിടെ ഓഫീസിൽ വാങ്ങിക്കുന്ന ആദ്യത്തെ പുസ്തകം ഇതാണ്. അപ്പം ഇവിടുത്തെ ആളുകളും എന്റെ സഹപ്രവർത്തകരും എന്നോട് പറഞ്ഞിട്ടുണ്ട് കോഡ്സ് ഓഫ് ദി ഏൻഷ്യന്റ് ഇന്ത്യൻ ഓഷ്യൻ എന്ന് പറയുന്ന ഒരു പുസ്തകമാണ്. അല്പം വിലയൊക്കെ ഉള്ള ഒരു പുസ്തകമാണ്. പക്ഷെ പണ്ടത്തെ നമ്മുടെ ഈ മോഡേൺ ഇന്ത്യയും മിഡീവൽ ഇന്ത്യയും ഒക്കെ പോയിട്ട് അങ്ങ് ഏൻഷ്യന്റ് ഇന്ത്യയിലുള്ള ഉണ്ടായിരുന്ന പോർട്ടിനെയൊക്കെ കുറിച്ചുള്ള ചിത്രങ്ങളും ഡയഗ്രാംസും മാപ്സും ഒക്കെ വെച്ചിട്ട് വളരെ വിശദമായിട്ട് ചെയ്തിട്ടുള്ളൊരു പുസ്തകമാണ്. ഇത്തരത്തിലുള്ള പുസ്തകങ്ങൾ ശരിക്കും വളരെ കുറവാണ്. നമുക്ക് അങ്ങനെ തുറമുഖങ്ങളെ കുറിച്ച് മാത്രം നമ്മളിപ്പോ മാരിടൈം സെക്ടർ എന്ന് നോക്കിയാൽ ഇപ്പോഴത്തെ മാരിടൈം മാനേജ്മെന്റ്, മാരിടൈം ട്രേഡ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ നമുക്ക് പുസ്തകങ്ങൾ കിട്ടും. പക്ഷെ പണ്ടത്തെ കാലത്ത് എങ്ങനെയായിരുന്നു എന്നുള്ളത് അറിയാനുള്ള ഒരു ആകാംക്ഷ എനിക്കുണ്ടായിരുന്നു. അതിനുള്ളൊരു കാരണം എന്ന് പറയുന്നത് ഇപ്പൊ ഞാൻ വന്നിട്ട് ഇവിടെ ഓഫീസിൽ വാങ്ങിക്കുന്ന ആദ്യത്തെ പുസ്തകം ഇതാണ്. അപ്പം ഇവിടുത്തെ ആളുകളും എന്റെ സഹപ്രവർത്തകരും എന്നോട് പറഞ്ഞു ഇത്രയും കാലമായിട്ട് ഇങ്ങനെ ഒരു പുസ്തകം വാങ്ങിക്കണം എന്ന് ഞങ്ങൾക്ക് ആർക്കും തോന്നിയില്ലായിരുന്നു എന്ന് പറഞ്ഞു. അപ്പം ഞാൻ അവരോട് തിരിച്ചു പറഞ്ഞൊരു കാര്യം, നമ്മളിപ്പോ ഇവിടെ നിർമ്മിക്കുന്ന ഈ തുറമുഖം എന്ന് പറയുന്നത് ശരിക്കും അത് ഒരു സാങ്കേതിക മികവിന്റെ ഒരു സ്തംഭം മാത്രമല്ല, അത് നമ്മുടെ സംസ്കാരത്തിന്റെ, നമ്മുടെ ചരിത്രത്തിന്റെ ഒരു നാഴികക്കല്ലാണ്. ഒരു ജനതയുടെ ഒരു സ്വപ്നമാണ് അത്. നമ്മുടെ തലമുറയ്ക്ക് അത് ചെയ്യാൻ സാധിക്കുന്നു എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ ഭാഗ്യമാണ്. പക്ഷേ വിഴിഞ്ഞം തുറമുഖം എന്ന് പറയുന്നത് നമ്മള് തമിഴ് സംഘം ലിറ്ററേച്ചർ എടുത്ത് നോക്കിയാല് അതില് വിഴിഞ്ഞം ഈ ഭാഗത്തുള്ള തുറമുഖം ഉണ്ടാക്കുക എന്നുള്ളതിനെ കുറിച്ചുള്ള പരാമർശം സംഘം ലിറ്ററേച്ചർ എടുത്തു. അതായത് നൂറ്റാണ്ടുകൾക്ക് മുൻപാണ് ഞാൻ പറയുന്നത്. അത് കഴിഞ്ഞിട്ട് ഇത് പണ്ട് രാജേന്ദ്ര ചോള പട്ടണം എന്നായിരുന്നു വിഴിഞ്ഞത്തിന്റെ പേര്. അതായത് ചോളാസ് ചോളാസ്, ചേരാസ്, പാണ്ഡ്യാസിനൊക്കെ കുറിച്ച് നിങ്ങളും പഠിച്ചതാണ്. അപ്പൊ അവരുടെ യുദ്ധം നടക്കുമ്പോൾ ഇവിടെ ഈ വിഴിഞ്ഞം എന്ന് പറയുന്ന ഈ ഒരു മേഖലയും ഈ ഹാർബറും ഈ തുറമുഖവും കൈക്കലാക്കുക എന്ന് പറയുന്നത് യുദ്ധത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമായിരുന്നു. അപ്പൊ ഈ ഒരു തുറമുഖത്തിന് വേണ്ടി ഒരുപാട് യുദ്ധങ്ങൾ പണ്ട് ചരിത്രത്തിൽ നടന്നിട്ടുണ്ട്. അതെല്ലാം കഴിഞ്ഞതിന് ശേഷം അത് ഇനി മോഡേൺ ഹിസ്റ്ററിയിലേക്ക് വന്നാൽ, ഇത് ഞാനിപ്പോ ഏൻഷ്യന്റ് മിഡീവലിന്റെ ഓരോ ഉദാഹരണമാണ് പറഞ്ഞത്. മോഡേൺ ഹിസ്റ്ററിയിലേക്ക് വന്നാൽ പോലും തിരുവിതാംകൂർ രാജഭരണ കാലഘട്ടത്തിൽ, അത് കഴിഞ്ഞ് CP രാമസ്വാമി അയ്യർ ഇവിടെ വന്ന സമയത്ത്, രാജാ കേശവദാസും CP രാമസ്വാമി അയ്യറൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് അദ്ദേഹം വിഴിഞ്ഞം തുറമുഖത്തിന്റെ ആ ഒരു പൊട്ടൻഷ്യൽ എന്നുള്ളത് എത്രമാത്രം അത് കാരണം ഈ ഒരു ദേശത്തിന് നേട്ടം ഉണ്ടാക്കാൻ സാധിക്കും എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് രേഖകളിൽ എഴുതി വെച്ചിട്ടുണ്ട്. അവിടെ ഒരു തുറമുഖം ഉണ്ടാക്കാൻ, തുറമുഖം മാത്രമല്ല, യുദ്ധങ്ങൾ വരുമ്പോൾ ശരിക്കും അവിടെ നിന്നും നമ്മുടെ വെള്ളായണിയിലേക്കുള്ള ഒരു ഭാഗം, അതായത് വിഴിഞ്ഞം കടപ്പുറത്തിൽ നിന്നും ഇവിടെയുള്ള ഒരു നദിയിലേക്ക് ഒരു അണ്ടർഗ്രൗണ്ട് തുരങ്കം പോലും, ഒരു അണ്ടർഗ്രൗണ്ട് കനാല് പോലും ശരിക്കും പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ കനാലിൽ നിന്നും ടണലിൽ നിന്നും അതിന് പറയാൻ സാധിക്കും. കാരണം അത് പ്ലാൻ ചെയ്തിരുന്നത് ജലസേചനത്തിന് വേണ്ടിയിട്ടല്ലായിരുന്നു. യുദ്ധം വരുമ്പോൾ കയറി ഒളിക്കുവാൻ വേണ്ടിയിട്ടായിരുന്നു. ഒളിച്ച് അതുവഴി നദിയിലൂടെ പുറത്തേക്ക് ഇറങ്ങുവാനായിരുന്നു അത് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അന്ന്. അപ്പൊ ആ സ്ഥലത്താണ് ഇന്നിപ്പോ ഞങ്ങൾ കടലിൽ നിന്നും കരയുണ്ടാക്കിയെടുത്ത് അവിടെ ഈ ബർത്തുകൾ ഉണ്ടാക്കി ഇത്രയും വലിയ മദർഷിപ്പ് അവിടെ അനുഗ്രഹം കൊടുത്തു എന്നൊക്കെ പറയുമ്പോ എന്നെ സംബന്ധിച്ചിടത്തോളം അത് ചരിത്രത്തിന്റെ ഒരു മടിത്തട്ടിലാണ് ഞാൻ അവിടെ പോയി നിൽക്കുന്നത്. അപ്പൊ ഇത് അനേകം വർഷങ്ങളായിട്ട് ഒരുപാട് വ്യക്തികൾ, നമ്മുടെ പിൻഗാമികളായിട്ടുള്ള ഒരുപാട് വ്യക്തികൾ കണ്ടിരുന്ന ഒരു സ്വപ്നമാണ് ഇവിടെ സാക്ഷാത്കരിക്കപ്പെടുന്നത്. അത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. അതിന്റെ ഒരു തുടർച്ച, അവരുടെ ആ ഒരു കണ്ഠങ്ങളിൽ കയറി നിന്നുകൊണ്ടാണ് നമുക്ക് ഇത്രയും ശരിക്കും ചെയ്യാൻ പറ്റുന്നത്. നമ്മള് അവരുടെ കണ്ഠങ്ങളിൽ കയറി നിൽക്കുമ്പോൾ നമുക്ക് അത്രയും ദൂരത്തിൽ ലോകത്തിനെയും ഭാവിയെയും കാണാൻ സാധിക്കും. അപ്പൊ അതാണ് ചരിത്രം എന്നെ സംബന്ധിച്ചിടത്തോളം. ദാറ്റ്സ് ദാറ്റ്
എലിവേറ്റഡ് പ്ലാറ്റ്ഫോമിൽ ഷോൾഡേഴ്സ് ഓഫ് ഹിസ്റ്ററി എന്ന് പറയുന്നത്, ചരിത്രത്തിന്റെ കന്ധങ്ങളിൽ നമ്മൾ കയറി നിൽക്കുമ്പോൾ നമുക്ക് കുറെ കൂടെ ദീർഘവീക്ഷണത്തോടു കൂടി നമ്മുടെ ഭാവിയെ കാണാൻ സാധിക്കും. അതിനു വേണ്ടിയിട്ടാണ് ചരിത്രം പഠിക്കേണ്ടത്.